ബാധ്യതേൻ്റെ ഒരു ഷെയർ ആ കുട്ടിയുടെ തലയിൽ വന്നു അപ്പോൾ തന്നെ ഇല്ലേ. ഓരോ പ്രാർത്ഥനയുടെയും ഫലം കിട്ടുന്നത് പോലെ തന്നെയാണ് ഒരാൾ സങ്കല്പിക്കുമ്പോഴും. അപ്പോൾ അവിടെ വിശ്വാസം അവിശ്വാസം ഇനി പ്രസക്തിയില്ല. ചിലർക്ക് ജനിച്ചു കഴിഞ്ഞ് ഇത്ര വയസ്സ് വരെ അച്ഛനെ കാണിക്കരുത് എന്നൊക്കെ പറയുന്ന ചില അതൊക്കെ വിശ്വസിക്കേണ്ടതുണ്ടോ? ശരിക്കും അതൊക്കെ എന്ന് വെച്ചാൽ ഈ ഓരോ കാലത്തിന് ഈ പ്രാദേശികമായിട്ടും അതുപോലെ കാലത്തിന് അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയോ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ജാതകം എഴുതുന്നത് തന്നെ നമുക്കെടുക്കാം. ജാതകം എഴുതുന്ന മുമ്പൊക്കെ ഒരു 8 വയസ്സ്, ചില സ്ഥലങ്ങളിൽ 6 വയസ്സ് കഴിയണം എന്നാലേ ജാതകം എഴുതിക്കൂ. ചില സ്ഥലത്ത് 8 വയസ്സ് കഴിയണം, അതാണ് വിശ്വാസം. പക്ഷേ അത് എന്തുകൊണ്ടാണ് വന്നത് എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ശിശുമരണം വളരെ കൂടുതലായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ സയൻറ്റിഫിക് നമ്മൾ അഡ്വാൻസ്ഡ് ആണ്, അപ്പോൾ ശിശുമരണം വളരെ കുറവാണ്. അപ്പോഴിപ്പോൾ ജനിച്ചിട്ട് 1 മാസത്തിനുള്ളിൽ തന്നെ ജാതകം ഒരുപാട് ആൾക്കാർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. അവർ വന്നു ആവശ്യപ്പെടുന്നു, എഴുതി കൊടുക്കുന്നു, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. അതെല്ലാവരും ചെയ്യാറുണ്ട്, എഴുതി കൊടുക്കുന്നുണ്ട്. എന്നുകൊണ്ട് വെച്ചാൽ ഇതന്നെ ഞാൻ പറഞ്ഞത് മുമ്പ് ആ ഒരു പേടി കൊണ്ടാണ്. എന്താ വെച്ചാൽ ഒരു കുട്ടിക്ക് സാധാരണഗതിയിൽ ചിലപ്പോൾ അരിഷ്ടത എന്ന് പറയും, ബാലാരിഷ്ടത. അപ്പോൾ ചിലവർക്ക് 1 വയസ്സ് വരെ, ചിലവർക്ക് 2 വയസ്സ് വരെ, ചിലവർക്ക് 3-4 വയസ്സ് വരെ ആ ജനിക്കുന്ന സമയത്തുള്ള ചില ദോഷങ്ങളോ പ്രശ്നങ്ങളോ, ഇപ്പോൾ ചില കുട്ടിക്ക് ശ്വാസം മുട്ടൽ, ചന്ദ്രൻ്റെ പക്ഷബലം കുറവുള്ള സമയത്ത് ജനിച്ചിട്ട് അങ്ങനെയൊക്കെ വരാം. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ് ഒന്ന് സ്റ്റേണായി ലെവലായിട്ട് നല്ല ഒരു പേടി ഉണ്ടാവും. ഇപ്പോഴും അതില്ല. അതുകൊണ്ട് തന്നെയാണ് ജാതകത്തിന് ഇന്ന സമയം ഇത്ര ആവണമെന്നില്ല. അതുപോലെ തന്നെ ഇപ്പം നാളുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇതുപോലെ തന്നെ ചില മാസങ്ങളിൽ ജനിച്ച ഈ മാസം ആയിപ്പോയോ, ഈ ഒരു ചിന്തയുണ്ട്. കർക്കിടകം പ്രത്യേകിച്ചു, അതെന്താ? അത് കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ശരിക്കും പഞ്ഞമാസം എന്നാണ് പറയുക. പണ്ട് ദാരിദ്ര്യത്തിൻ്റെ മാസമാണ്. അതുപോലെ തമിഴിൽ ആടിമാസം എന്ന് പറയും അതിന്. അപ്പോൾ ആടിമാസ കിഴിവുണ്ട് ഇപ്പോഴും തമിഴ്നാട്ടിൽ. എന്താ വെച്ചാൽ ഇവിടെ ഈ ഭാഗത്തുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട് അല്ലേ. എനിക്കൊന്ന് വടക്കോട്ട് കുറച്ച് കുറവാണ് തോന്നുന്നു, കേരളത്തിൽ തെക്കോട്ടുണ്ട് ചില സ്ഥലങ്ങൾ. അപ്പോൾ ഈ ആടിമാസം, അപ്പോൾ ദരിദ്രം, അപ്പോൾ ആ സമയത്ത് ഒന്നാമത് മഴ, പിന്നെ ഒന്നും നമ്മൾ സാധനങ്ങൾ പലതും എല്ലാവർക്കും ബുദ്ധിമുട്ട്. ജോലിക്ക് പോകാൻ പണ്ട് കാലത്ത് അതാണ്, ജോലിക്ക് പോകാൻ പറ്റില്ല, അങ്ങനെയുള്ള ജോലി മാത്രമേ ഉള്ളൂ. പണ്ട് ഇപ്പോൾ മറ്റ് ഫാക്ടറികളോ ബാങ്കോ അങ്ങനത്തെ ഒന്നും സ്ഥാപനങ്ങളൊന്നും ഇല്ലല്ലോ. അവരവർ പോയിട്ട് വേറെ എന്തെല്ലോ ഭൂമിയിൽ ലാൻഡിൽ പണിയെടുക്കേണ്ടതൊക്കെ അല്ലേ. അതൊന്നും മഴയത്ത് പറ്റില്ല. കർക്കിടകത്തിൽ നല്ല മഴയല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഒന്നാമത് പ്രധാനമായിട്ടത് പറയാൻ കാരണം. കർക്കിടക മാസം നമ്മുടെ വിശ്വാസപ്രകാരം ഒരു പുണ്യമാസമല്ലേ? കർക്കിടക മാസം പുണ്യമാസം എന്ന് പറയും, അതിപ്പോഴും പറയും. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ എന്ത് ഹോമങ്ങളും, ഫോർ എക്സാമ്പിൾ ഗണപതി ഹോമം കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കൻ ഭാഗത്തും, പക്ഷേ മറ്റുള്ള സ്റ്റേറ്റിൽ കുറവാണെന്ന് തോന്നുന്നത്. ഗണപതി ഹോമം മറ്റും കൂടുതൽ ചെയ്യുന്നത് എല്ലാം പ്രത്യേകിച്ചിട്ട് ഈ തെയ്യം ഉള്ള തറവാടുകളിൽ, പിന്നെ മറ്റ് ക്ഷേത്രങ്ങളിൽ ഒക്കെ ചെയ്യുന്നത് ഈ കർക്കിടക മാസത്തിലാണ്. അപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ ഇരട്ടി പുണ്യം എന്നാണ് പറയുന്നത്. ജനിച്ചാലും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കർക്കിടക മാസത്തിൽ ജനിച്ചാലും അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിലൊന്നും ഒരു അർത്ഥമില്ല. ഇന്ന മാസം ജനിച്ചാൽ അല്ലെങ്കിൽ ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചാൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കർക്കിടക മാസത്തിൽ ജനിച്ചിട്ടും വളരെ വലിയ നിലക്ക് എത്തിയ ആൾക്കാരുണ്ടാവും. പിന്നെ അതുപോലെ വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ചില കാര്യത്തിൽ ഇപ്പം ജാതകത്തിൽ നിന്ന് കുറച്ച് നമ്മൾ വിഭിന്നമായിട്ട് ചില സമയത്ത് ചിന്തിക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ഒരാളുടെ വീട്ടിൽ ഒരു സ്ത്രീ പ്രസവിച്ചു. അതിൻ്റെ സമയം നമ്മൾ നോക്കി വെച്ചു. ഇതേ സമയത്ത് അദാനിയുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ അംബാനിയുടെ ഫാമിലിയോ ഒരു കുട്ടി ജനിച്ചു. ഇതേ സമയത്ത് ഇവിടെ 4 മണി കഴിഞ്ഞ് 10 മിനിറ്റും 30 സെക്കൻഡിന് അവിടെയും അതേ സമയത്ത് ഇന്ത്യൻ ടൈമല്ലേ ജനിച്ചു. അപ്പോൾ എന്തായിരിക്കും വ്യത്യാസം? ഇവിടെ ഇപ്പം ഈ നാട്ടിൽ ജനിക്കുന്ന കൂലിപ്പണിക്കാരൻ്റെ പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ മിക്കവാറും കേരളത്തിലാണെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിൽ കുറേ ലോൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇല്ലേ. അങ്ങനെ ബാധ്യതകളാണ് ഉണ്ടാവുക. അപ്പോൾ ബാധ്യതേൻ്റെ ഒരു ഷെയർ ആ കുട്ടിയുടെ തലയിൽ വന്നു അപ്പോൾ തന്നെ ഇല്ലേ. ഇപ്പോൾ അച്ഛന് ഇപ്പം പൈസ കൂടുതലുണ്ടെങ്കിലോ അല്ലെങ്കിൽ കടമുണ്ടെങ്കിലോ അതൊക്കെ ലാഭം നഷ്ടമാണെങ്കിലും അതൊക്കെ മക്കൾക്കും വരുന്നതല്ലേ ഓട്ടോമാറ്റിക്കായിട്ട്. അതുപോലെ അവിടെ എന്താ സംഭവിക്കുന്നു? എത്രയോ ബില്യൺസ് ആ കുട്ടീൻ്റെ ആസ്തി എപ്പോഴും തന്നെ വന്നു ആ കുട്ടിയുടെ വന്നില്ലേ. അപ്പോൾ ഈ ജാതകത്തിൽ രണ്ടും ഒരുപോലല്ലേ ജാതകം വരുക. അപ്പോൾ നമ്മൾ ജാതകം എന്ന് പറയുമ്പം അതിൽ ഇതും കൂടി നോക്കേണ്ടതുണ്ട്. നമ്മുടെ വംശം, കുലം, മാതാപിതാക്കൾ അതൊക്കെ നോക്കാണ്ട് അതൊക്കെ വരും. അപ്പോൾ ഇപ്പം ഈ ഒരു കമ്പാരിസൺ പറഞ്ഞുകൊണ്ട് ചോദിക്കുക, കഴിഞ്ഞ ജന്മത്തിൽ ഭയങ്കര പണക്കാരനായിട്ട് ആൾക്കാരെ സഹായിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ ദരിദ്രനായിട്ട് ജനിക്കും എന്ന് പറയില്ലേ?
അതിന് സത്യമുണ്ടോ? അതൊക്കെ നമുക്ക് പറയാമെന്നല്ലാതെ ഇപ്പം നമ്മളിപ്പം കൃത്യമായിട്ട് അത് കണ്ടിട്ട് നോക്കിയിട്ട് വന്ന ആൾ ഇപ്പോൾ ഇല്ല. നമുക്ക് അതിലധികം ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും സാധാരണഗതിയിൽ ഇപ്പം നമ്മളെ ചുറ്റുപാടും തന്നെ കാണുന്ന ആൾക്കാർ, ഇപ്പോൾ ഇയാൾ വീട്ടിൻ്റെ അടുത്ത് ഇപ്പോൾ പലരും ചില ആൾക്കാരെ കുറിച്ച് ധാരണ ഉണ്ടാവില്ലേ, അയാൾ അറിഞ്ഞിട്ട് ചെയ്യുന്ന ചില ആൾക്കാർ അറിയുന്നുണ്ടാവില്ലേ, അപ്പോൾ അയാളെക്കുറിച്ച് എന്താ അഭിപ്രായം ഉണ്ടാവുക? അറിയുന്നവർക്കെല്ലാം അയാൾക്ക് നല്ലതേ വരൂ, അയാൾ നല്ലത് ചെയ്യുന്നു, അയാൾക്ക് മാത്രമല്ല അയാളെ ജനറേഷനിൽ വരുന്ന അയാളെ കുട്ടികൾക്കും അതൊക്കെ എൻ്റെ ഗുണം കിട്ടുന്നതാണ്. ആരും ഒരു വിശ്വാസിയാണെങ്കിലും പൊതുവെ അവിശ്വാസിയാണെങ്കിലും പറയാനുള്ള സാധ്യതയുണ്ട്. അയാൾക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്നവർ. അതുതന്നെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ പ്രാർത്ഥനയുടെയും ഫലം കിട്ടുന്നത് പോലെ തന്നെയാണ് ഒരാൾ സങ്കല്പിക്കുമ്പോഴും. അപ്പം അവിടെ വിശ്വാസം അവിശ്വാസം ഇനി പ്രസക്തിയേ ഇല്ല. തീരെ വിശ്വാസമില്ലാത്ത ആളാണെങ്കിലും അയാൾ പറയുന്നു ഇയാൾ നല്ല കാര്യമാണ് ചെയ്യുന്നത്, അയാൾക്ക് നല്ലത് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നതല്ല, മനസ്സിൽ ആഗ്രഹിക്കുന്നത്. അപ്പോഴതിൻ്റെ ഗുണം അയാൾക്ക് കിട്ടുന്നതന്നെയാണ്. ഇപ്പോൾ നമ്മൾ നാളുകളുടെ കാര്യം പറഞ്ഞാണ് തുടങ്ങിയത്. അപ്പോൾ ഓരോ നാളുകളുടെയും പ്രത്യേകതകളൊന്ന് പറഞ്ഞു തരാമോ? ഓരോ നാളുകളുടെ പ്രത്യേകത പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും നമുക്കൊരു ആക്യുറസി വളരെ കുറയതിൽ. ഇപ്പോൾ ചില രാശികളുടെ ഇതിപ്പം വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോൾ മേടരാശി എന്ന് പറയുന്ന സമയത്ത് പിന്നെ മേടത്തിൽ പൊതുവെ ജനിക്കുന്ന ആൾക്കാർ, മേടരാശിയിൽ ജനിക്കുന്ന ആൾ അല്ലെങ്കിൽ മേടലഗ്നം സ്ലിമ്മായിരിക്കുന്നു പറയും, മെലിഞ്ഞിട്ടാണ്. അത് വളരെ സാധ്യതയുണ്ടതിന് മേടം. ഓക്കെ, അതുപോലെ പിന്നെ പെട്ടെന്ന് ദേഷ്യം വരാനുള്ള സാധ്യതയുണ്ട്. പുറത്തല്ല, പ്രത്യേകിച്ച് വീട്ടിലുള്ളവരോട് ദേഷ്യം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ ഇഷ്യൂ ഉണ്ടാക്കുന്നവരായിരിക്കും, ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. എങ്ങനെ വെച്ചാൽ മനസ്സിൽ ഒന്നുമില്ലാതെ പെട്ടെന്ന് എല്ലാം തുറന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ അതിനൊക്കെ സാധ്യതയിലാണ് ഈ മേടം എന്ന് പറയുമ്പോൾ. പിന്നെ അതുപോലെ ഒരേ നാളുകാർ ഒരു വീട്ടിൽ വന്നാൽ നല്ലതാണെന്ന് പറയും. ചില നാളുകാർ ഒരു വീട്ടിൽ ഒന്നിൽ കൂടുതൽ ഒരേ നാളുകളുള്ളവർ, അതും പറയുന്നതല്ലാതെ അതിൽ ഒരു അടിസ്ഥാനമായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല അതിൽ ഇല്ല. ഇപ്പം മൂന്നാം നാൾ വരുന്നത് ശത്രുത്വം ഉണ്ടാക്കും. മുന്നാൾ എന്ന് പറഞ്ഞില്ല നേരത്തെ, അത് പറയാറുണ്ട്. പക്ഷേ ഒരേ നാൾ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഈ അമ്മേരെ നക്ഷത്രം മക്കൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് നമ്മൾ അറിവിലും എക്സ്പീരിയൻസ് തന്നെ പറയുന്നതാണ്. ഇപ്പോൾ അമ്മേരെ നക്ഷത്രം എന്താണെന്ന് വെച്ചാൽ അത് മക്കൾക്ക് കിട്ടുന്ന അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഏതൊക്കെ നാളുകൾ ഒന്നിച്ച് വീട്ടിൽ വന്നാൽ നല്ലതായിരിക്കും? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, പ്രാദേശികമായിട്ടുള്ള ചില വിശ്വാസത്തിൻ്റെയോ അതിന് ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങളൊന്നുമില്ല. ഇന്ന നാളുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ലത്. അതൊക്കെ പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ മനസ്സിൻ്റെ വിശ്വാസമാണൊക്കെ. ഇപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നു പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് ഗുണം കിട്ടും, ഞാനതിൽ വിശ്വസിച്ചിട്ട് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടും. അത് അങ്ങനെയാണ്. നേരെ മറിച്ച് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം ഇത് ചെയ്തിട്ട് എനിക്ക് കാര്യമില്ല, അത് വേണ്ടപ്പം ഞാൻ ഇതിനെ ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് ദോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത്രയേ ഉള്ളൂ. അതിൽ നമ്മൾ മനസ്സിൽ തട്ടിയിട്ട് ഓരോന്ന് ചെയ്യുന്നത്, അതുപോലെ പ്രാർത്ഥനയോടെ ചെയ്യുന്നത്, പ്രാർത്ഥന അല്ലെങ്കിൽ വിശ്വാസത്തോടെ ചെയ്യുന്നതും അതിൻ്റെ ഒരു ഗുണം കിട്ടും. അത്രയേ ഉള്ളൂ. താങ്ക് യു സർ. ജ്യോതിഷ പണ്ഡിതൻ ശ്രീ NR പൊതുവാളുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് അയയ്ക്കുക. ശ്രീ NR പൊതുവാളുമായി ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.